الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي ബഹുമാന്യ വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സ്വകാര്യ തലങ്ങളിലും പരസ്യ തലങ്ങളിലും വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമെല്ലാം സൂക്ഷിച്ച് മുത്തഖീങ്ങളായി തഖ്വ കൈവിടാതെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അർഹമുർ-റഹീമീനായ അല്ലാഹ് അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏത് സമയത്തും അവസാനിച്ചേക്കാവുന്ന നമ്മുടെ ഈ ലോകത്തെ ജീവിതം ഇവിടെ അങ്ങ് അവസാനിക്കലല്ല ഇതിൻ്റെ ലക്ഷ്യം എന്ന് നമുക്കറിയാം. മറിച്ച് അവസാനിക്കുന്ന ഈ ലോകം, ഇവിടെ നാം ചെയ്യുന്ന കർമ്മങ്ങൾ, ഇവിടെ നാം സ്വീകരിച്ച വിശ്വാസം, അത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലോകത്ത്, പരലോകത്ത് വിജയിക്കാനായിരിക്കണം. അതിനുള്ള വിശ്വാസമാണ് നാം സ്വീകരിക്കേണ്ടത്, അതിനുള്ള കർമ്മങ്ങളാണ് നാം ചെയ്യേണ്ടത്. ആ രീതിയിലാണ് ഈ ലോകം നമ്മൾ, അല്ലെങ്കിൽ ഈ ലോകത്തെ ജീവിതം നമ്മൾ കഴിച്ചു പോകേണ്ടത്. എന്നിട്ട് പരലോകത്തെത്തി മരണമില്ലാത്ത ആ ലോകത്ത് അവിടെ സ്വർഗത്തിലെത്തണം. മരണമില്ലാത്ത ആ ലോകത്ത് അവിടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കണം. അള്ളാഹു നമ്മയെല്ലാം അതിന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം കിട്ടാൻ, തൃപ്തി ലഭിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഉണർത്തുന്നത്. സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗം നമുക്കെല്ലാം പരിചയമുള്ള ആ ഭാഗമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. അല്ലാഹു തആല പറയുന്നത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ, ശാന്തമടഞ്ഞ, അല്ലെങ്കിൽ ശാന്തി ആർജിച്ചിട്ടുള്ള മനസ്സേ, ആത്മാവെ. ആത്മാവിനെ വിളിച്ച് പറയാം. അള്ളാഹുവിനെ അഭിസംബോധനയാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞിട്ടുള്ള, തുമഅനീനത്തുള്ള ആത്മാവെ. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ഇർജിഇ, നീ മടങ്ങിക്കോളൂ. ഇലാ റബ്ബികി, നിന്റെ റബ്ബിലേക്ക്. രണ്ട് അവസ്ഥയിൽ, റാദിയതൻ മർദിയതൻ,
റാളിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അങ്ങോട്ട് തൃപ്തിപ്പെട്ട അവസ്ഥയിൽ എന്നാണ്. മർലിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇങ്ങോട്ട് തൃപ്തിപ്പെട്ട അവസ്ഥയിൽ. രണ്ട് മാർഗത്തിലും അങ്ങോട്ടും തൃപ്തിയാണ്, ഇങ്ങോട്ടും തൃപ്തിയാണ്, റിളയാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട, അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ച അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് മടങ്ങിക്കോളൂ എന്നാണ്. എന്നിട്ട് ഫദ്ഖുലി ഫി ജന്നതി ഫദ്ഖുലി ഫി ഇബാദി ഫദ്ഖുലി ഫി ഇബാദി, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചോളൂ. ആരാണ് അടിമകൾ? സ്വാലിഹീങ്ങളായ അടിമകൾ, നല്ലവർ. ഫദ്ഖുലി ഫി ഇബാദി, എന്റെ അടിമകൾ, നല്ല അടിമകൾ, സ്വാലിഹീങ്ങളായ അടിമകൾ, അവർക്കിടെ അവരിൽ നീ പ്രവേശിച്ചോളൂ. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിൽ നീ കടന്നോളൂ. എന്തൊരു സന്തോഷമാണ്, എന്തൊരു വല്ലാത്ത രംഗമാണത്. നമ്മുടെ സട്ടാവ്, പ്രപഞ്ചത്തിന്റെ സട്ടാവ്, ആ അല്ലാഹ് പറയാണ്, സമാധാനമടഞ്ഞ ആത്മാവേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ നല്ല അടിമകളിൽ നീ പ്രവേശിച്ചോളൂ. എന്റെ സമ്മാനമായി വിരുന്നായി തരുന്ന സ്വർഗത്തിൽ നീ പ്രവേശിച്ചോളൂ. വദ്ഖുലി ജന്നതി. ഈ തൃപ്തി അങ്ങോട്ടും തൃപ്തിയാണ്, ഇങ്ങോട്ടും തൃപ്തിയാണ്. അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കാൻ വേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, യഥാർത്ഥമായ വിശ്വാസം. ഏറ്റവും പ്രധാനമായി യഥാർത്ഥമായ, ശുദ്ധമായ, കലർപ്പില്ലാത്ത, ശിർക്കില്ലാത്ത, സംശയമില്ലാത്ത വിശ്വാസം. മറ്റൊന്ന് സ്വാലിഹായ കർമ്മങ്ങൾ. നോക്കൂ, സൂറത്തുൽ ബയ്യിനയുടെ അവസാന ഭാഗം അല്ലാഹ് പറയുന്നുണ്ടല്ലോ, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുകയും യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുകയും വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ, ഉലൈക ഹും ഖൈറുൽ ബരിയ, അവരാണ് ഖൈറുൽ ബരിയ, ഏറ്റവും നല്ല സൃഷ്ടികൾ, ഏറ്റവും നല്ല പടപ്പുകൾ അവരാണ്. ഏറ്റവും നല്ല സൃഷ്ടികൾ അവർ. ആര്? അല്ലദീന ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ. എന്നിട്ട് അല്ലാഹു അവർക്കുള്ള പ്രതിഫലം പറയും, ജസാഉഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിന്റെ അരികിലുള്ള പ്രതിഫലം എന്താണെന്നറിയോ? ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ, അവർക്കുള്ള പ്രതിഫലം ജന്നാതു അദ്ൻ, നിത്യവാസത്തിന്റെ, ഒരിക്കലും അവസാനമില്ലാത്ത രൂപത്തിൽ ആ രീതിയിലുള്ള താമസത്തിന്റെ ഇടമായ ആ സ്വർഗീയ ലോകമാണ്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഖാലിദീന ഫീഹാ അബദാ, ഖാലിദീന ഫീഹാ, അവരതിൽ പ്രവേശിക്കുന്നത് എങ്ങനെയെന്നറിയോ? നിത്യവാസികളായിക്കൊണ്ടാണ്. ഖാലിദീന എന്ന് പറഞ്ഞാൽ തന്നെ നിത്യവാസികൾ എന്നാണ്, അബദ എന്ന് പറഞ്ഞാൽ എന്നെന്നും എന്നാണ്. എന്തൊരു ഊന്നിപ്പറയലാണത്. നിത്യവാസികളായിക്കൊണ്ട്, എന്നേക്കും നിത്യവാസികളായിക്കൊണ്ടാണ് അവർ ആ സ്വർഗത്തിൽ കഴിയുന്നത് എന്നാണ്. എന്ന് പറയാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബ, അത് റളിയല്ലാഹു അൻഹും, അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദു അൻഹു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളിയല്ലാഹു അൻഹു, അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദു അൻഹു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് ലഭിക്കുന്നത് ആർക്കാണ്? ദാലിക ലിമൻ ഖശിയ റബ്ബ, റബ്ബിനെ ഭയപ്പെട്ടവർക്കാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയോ? അല്ലാഹു അങ്ങോട്ടും തൃപ്തിപ്പെട്ടു, അള്ളാനെ അങ്ങോട്ടും തൃപ്തിപ്പെട്ടു. അല്ലാഹ് ഇവരെ നമ്മൾ എങ്ങോട്ട് തൃപ്തിപ്പെടാം? നമ്മൾ അല്ലാഹുവിനെ അങ്ങോട്ട് തൃപ്തിപ്പെടാം. ആരെയാണത്? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ എന്നാണ്. അപ്പൊ അവർക്കുള്ളതാണത്. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യം
അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, അതിനനുസരിച്ചുള്ള അമലുൻ സ്വാലിഹാണ്. അതുണ്ടെങ്കിലേ അള്ളാഹിനെ തൃപ്തി ലഭിക്കൂ എന്നർത്ഥം. നമ്മൾ പരിശോധിക്കേണ്ടതാണ് യഥാർത്ഥ വിശ്വാസം. വിശ്വാസം രണ്ട് നിലക്കുണ്ടാണ്. ഒന്നെന്താണെന്നറിയോ? ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കും. അള്ളാഹുവിൽ മാത്രമല്ല, പരലോകമാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഖുർആനിൽ അങ്ങനെ വിശ്വസിക്കേണ്ട, മലായിക്കത്തും അങ്ങനെ വിശ്വസിക്കേണ്ട, എല്ലാറ്റിലും സംശയമില്ലാതെ വിശ്വസിക്കണം. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നമ്മളെന്ത് ആവശ്യമുള്ള സാധനം തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ന്യൂസ് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, മതപരമായ ഒരു സംഗതി തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തുമായി ബന്ധപ്പെട്ട സംഗതി തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി വരും സംശയം ഉണ്ടാക്കുന്ന ചില സംഗതികൾ അറിയാതെ. അപ്പൊ നമ്മൾ 2 മിനിറ്റ് 3 മിനിറ്റ് നമ്മളത് കണ്ടു നോക്കും. ഇങ്ങനെ ഒന്ന്, അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്റ്റഡി ചെയ്യണം. ഇസ്ലാമിന് എല്ലാത്തിനും ഉത്തരമുണ്ട്. റബ്ബിന്റെ ദീനാണ്. ഈ സോഷ്യൽ മീഡിയയിൽ സംശയമുണ്ടാക്കുന്ന ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഏത് ടീമാണെങ്കിലും അവരൊക്കെ പഴയ സംഗതികൾ പുതിയ കുപ്പിയിലാക്കി വരിക മാത്രമാണ് ചെയ്യുന്നത്. അതിനൊക്കെ മുൻകാലത്ത് തന്നെ മറുപടി പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി പുതിയ ആധുനിക പണ്ഡിതൻ ഏതെങ്കിലും പുതിയ വിഷയം വരാണോ, ആ രംഗത്ത് അതിസജീവമായി ലോകതലത്തിൽ പഠനങ്ങളും ആ നിലക്കുള്ള മറുപടിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പഠിക്കണം എന്ന് കേട്ടു. ഇനി അങ്ങനെ സംശയമില്ലാത്ത വിശ്വാസം, സംശയമില്ലാത്ത പരലോകം ഉണ്ടോ, ഉണ്ടെങ്കിൽ കാണാം എന്നല്ല, ഉണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്നത് ഉറപ്പാണ്. അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് നമ്മളെ കാണിക്കേണ്ടതില്ലാത്ത അത്രയും ഉറപ്പാണ്. ഇതിലേറെ ഉറപ്പാണ് പരലോകമുണ്ട് എന്ന്. അതിന് മാത്രം തെളിവുകൾ കണ്ണ് തുറന്നു നോക്കിയാൽ, കാത് തുറന്ന് കേട്ടാൽ, മനസ്സൊന്ന് തുറന്നു വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റിയ, കാണാനും കേൾക്കാനും പറ്റിയ എമ്പാടും തെളിവുകൾ നമ്മുടെ മുമ്പിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് വിശ്വസിക്കാൻ പറഞ്ഞത്. ഈസിയായി വിശ്വസിക്കാൻ നമുക്ക്. ശരി, അങ്ങനെ സംശയമില്ലാതെ വിശ്വസിക്കണം അള്ളാഹുവിൽ, പരലോകത്തിൽ. അങ്ങനെ വിശ്വസിക്കേണ്ട ഓരോന്നിനും. ഇനി അള്ളാഹു വിശ്വസിക്കുമ്പോൾ ശിർക്കില്ലാതെ വിശ്വസിക്കണം. അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അള്ളണ്ട്, അവൻ ആരാധിക്കുന്നുണ്ട്. പക്ഷെ അവനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയില്ലാതെ അവൻ പങ്കു ചേർത്തുകൊണ്ട് നിസ്കാരം അള്ളാഹുവിന്, അതുപോലെ നോമ്പ് അള്ളാഹുവിന്, ഹജ്ജ് അള്ളാഹുവിന്. ശരി, എന്നാൽ അതേ മനുഷ്യൻ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ ആ അള്ളാഹിനോട് ചോദിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അള്ളാഹുവോട് ചോദിക്കുന്നതിന്റെ കൂടെ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നുവെങ്കിൽ, മരിച്ചു മൺമറഞ്ഞു പോയ മഹത്തുക്കളോട് ഇസ്തിഗാസ ചെയ്യുന്നുവെങ്കിൽ, സഹായം തേടുന്നുവെങ്കിൽ അത് ശിർക്കാണ്. അള്ളാഹ് നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം നിങ്ങൾ സഹായം തേടുന്നു എന്ന് പ്രതിജ്ഞ പുതുക്കെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോ അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ടായിരിക്കണം, അതിനോട് നീതി പുലർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഇസ്തിഗാസ. അള്ളാഹുവോട് മാത്രമായിരിക്കണം. ആ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഒന്ന് വീഴാൻ പോയാൽ, ഒന്ന് ചെരുപ്പ് വഴുതി സ്ലിപ്പായി വീഴാൻ പോയാൽ മുഹീദ്ദീൻ ശൈഖ് വിളിക്കുന്നത് ശിർക്കാണ്, അല്ലാഹ് പൊറുക്കാത്ത തെറ്റാണ്. ചെയ്ത അമലുകൾ, നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയും അടക്കം എല്ലാ അമലും പൊളിച്ചു കളയുമാറ് അത്രയും മാരകമായ തെറ്റാണ്, ശിർക്കാണത് എന്ന വസ്തുത നാം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറഞ്ഞില്ലേ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്ക് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കൊക്കെയും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും, നഷ്ടക്കാരിൽ നിങ്ങൾ പെട്ടുപോകും എന്ന്. അതുകൊണ്ട് വലിയ ഗൗരവമാണ്. ശിർക്കില്ലാതെ വിശ്വസിക്കണം, അല്ലാഹുവിൽ സംശയമില്ലാതെ വിശ്വസിക്കണം. അതാണ് ഇന്നല്ലദീന ആമനൂ. ഇനി അടുത്തത് വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ എന്നാണ്. ദീനിയായ അമലുകൾ ചെയ്ത, നന്നായി ചെയ്ത ആളുകൾ. എപ്പോഴാണ് ഒരു കാര്യം, ഒരു അമലുൻ സ്വാലിഹാകുന്നത്? 3 നിബന്ധനകൾ ഒക്കണം, 3 കാര്യങ്ങൾ അതിൽ ഒത്തുചേരണം. അപ്പോഴേ ഒരു അമലുൻ സ്വാലിഹാകും. ദീനാണെന്ന് കരുതി എന്ത് ചെയ്താലും അത് ദീനീ കാര്യമാകൂല. മതപരമായ അമലല്ല എന്ന് കരുതി എന്ത് ചെയ്താലും ആകൂല. 3 കാര്യങ്ങൾ. ഒന്ന്, ഈ പറഞ്ഞ കൃത്യമായ വിശ്വാസം, ഈമാൻ, നല്ല ഉറച്ച വിശ്വാസമുള്ള അമലേ അല്ലാഹ് എടുക്കൂ. 2,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ടായിരിക്കണം അമൽ ചെയ്യേണ്ടത്. നല്ലതല്ലേ എന്ന് കരുതി എന്തെങ്കിലും അമൽ ദീനിയായി ചെയ്തുകൊണ്ട് ആകൂല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ, അവിടുത്തെ ഫോളോ ചെയ്തുകൊണ്ട്, അവിടുത്തെ പിൻപറ്റിക്കൊണ്ട്, ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് അമലുൻ സ്വാലിഹാകുന്നത്. അല്ല ദീനിയായ കാര്യം ഒരാൾ ചെയ്യാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനം ഇല്ല, ഒരാൾ ദീനിയായി ചെയ്യാണ്, മതപരമായ കാര്യമില്ല എന്നാണ് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാതെ, ആ സ്വഹാബത്ത് അവിടുന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടില്ലാത്ത, പിൽക്കാലത്ത് ദീനിയായി ഉണ്ടാകുന്ന പുതിയ കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയാം. ദുന്യവിയായ കാര്യം നമുക്ക് വിരോധിക്കപ്പെടാത്ത ചെയ്യാം. ഇപ്പോ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പ്രഭാത ഭക്ഷണം കഴിച്ചത് അതന്നെ ആയിരിക്കും നമ്മൾ കഴിച്ചിട്ടുണ്ടാവുക? അതന്നെ ആകണോ? ഇല്ല, നമുക്ക് വിരോധിക്കപ്പെടാത്തതും കഴിക്കാം. ഇനി ജുമുഅയ്ക്ക് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ കഴിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ എന്താ ഉച്ചക്ക് കഴിച്ചതെന്ന് നോക്കി തെരഞ്ഞു പോണോ? വിരോധിക്കപ്പെടാത്തൊക്കെ കഴിക്കാം. എന്നാൽ നോമ്പ് തുറക്കുമ്പോൾ അവിടെ പ്രത്യേകതയുണ്ട്. ഈത്തപ്പഴങ്ങൾ തുറക്കാൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ദീനിയാണ്, മനസ്സിലായി? അവിടുത്തെ അധ്യാപനമുണ്ട്. അങ്ങനെ ദീനിയായ കാര്യം ദുന്യവിയായ ഭൗതികമായ അഥവാ നമ്മുടെ മുആമലാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിരോധിക്കപ്പെടാത്തൊക്കെ നമുക്ക് ചെയ്യാം. എന്നാൽ ദീനിയായ കാര്യത്തിൽ വിരോധിക്കപ്പെടാത്തൊക്കെ ചെയ്യാൻ പറ്റില്ല. മറിച്ച് അധ്യാപനമുള്ളതാണ് ചെയ്യേണ്ടത്. അത് ചിലത് ഫർളുണ്ടാവും, സുന്നത്തുണ്ടാവും, വലതുണ്ടാവും. അധ്യാപനമുള്ളത്, ഇപ്പൊ നമ്മൾ പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിക്കുന്നു, പള്ളിയല്ലേ കിടക്കട്ടെ 2 തീർത്തിട്ടല്ല, അവിടുത്തെ അധ്യാപനമുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഒരു അമലുൻ സ്വാലിഹാകണം, ഒരു ദീനിയായ കാര്യമാകണമെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താണ്? ഇത്തിബാഅ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. മൂന്നാമത്തത് ഇഖ്ലാസ്, ആത്മാർത്ഥതയോടെ ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പോഴേ അമൽ അല്ലാഹു എടുക്കും. ഈമാൻ ഉണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിച്ച അമൽ തന്നെയാണ്. ഇത് രണ്ടുണ്ട്. ഇഖ്ലാസ് ഇല്ലാതെ ചെയ്യുന്നെങ്കിലോ ഒരു പ്രതിഫലം കിട്ടൂല. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ ഈ 3 കാര്യങ്ങൾ, നിബന്ധനകൾ ഒത്തുകൊണ്ടാണ് നമ്മൾ അമൽ ചെയ്യുന്നതെങ്കിൽ അത് സ്വീകരിക്കപ്പെടും. അങ്ങനെയുള്ള ആളുകളാണ് ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ഉലൈക ഹും ഖൈറുൽ ബരിയ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ആ ആളുകൾക്ക് അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടാകും, തൃപ്തിയുണ്ടാകും, ഉണ്ടാകും. അപ്പൊ വിശ്വാസികൾക്ക് ഉണ്ടാകും, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കാൻ വേണ്ട മൂന്നാമത്തെ ഒരു കാര്യം നന്ദി ബോധമാണ്. ശുക്രിന്റെ മനസ്സ്. ശുക്ർ കാണിച്ചാൽ അള്ളാന്റെ തൃപ്തി നമുക്ക് ഉണ്ടാവും. ഹംദ് നമ്മൾ നടത്തിയാൽ അള്ളാന്റെ തൃപ്തി നമുക്ക് ഉണ്ടാവും. നോക്കൂ, സൂറത്തു അസ്-സുമറിന്റെ ആദ്യ ഭാഗത്ത് 7ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഖനിയ്യുൻ അൻകും. നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് നിങ്ങൾ ആവശ്യമില്ല കേട്ടോ. അള്ളാഹ്ക്ക് നിങ്ങൾ ആവശ്യമില്ല. അള്ളാഹ്ക്ക് നിങ്ങളെ ഒരു സഹായം അല്ലെങ്കിൽ ആ നിനക്ക് നിങ്ങളെ ഒരു ആവശ്യം, അള്ളാഹ് നിങ്ങളെ ആവശ്യമില്ലാത്തവനാണ്. നന്ദികേട് കാണിച്ചതിന്റെ അതിന്റെ തിക്തഫലം നിങ്ങളെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹ്ക്ക് ഒരു ദോഷം അതുകൊണ്ടില്ല. അള്ളാഹു നിങ്ങളെ ആവശ്യമില്ലാത്തവനാണ്. ഇനി വലാ യർദാ ലിഇബാദിഹിൽ കുഫർ, മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമക്ക് കുഫർ ഇഷ്ടപ്പെടുന്നില്ല. നന്ദികേട് അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഇനി തിരിച്ചാണ്, വഇൻ തശ്കുറു യർലഹു ലക്കും, വഇൻ തശ്കുറു, ഇനി നിങ്ങൾ നന്ദി കാണിക്കാണോ, യർലഹു ലക്കും, അത് അല്ലാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെടും. നന്ദികേട് കാണിച്ചാലോ അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. നന്ദി കാണിച്ചാലോ അത് അല്ലാഹു ഇഷ്ടപ്പെടും. അപ്പൊ അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് ബഹുമാന്യ വിശ്വാസികളെ നാം നന്ദി കാണിച്ചാൽ അള്ളാന്റെ തൃപ്തി, അവന്റെ പൊരുത്തം നമുക്ക് ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയർദാ അനിൽ അബ്ദി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ഇഷ്ടപ്പെടും എന്തെന്നറിയോ, അയഅകുലൽ അക്ല ഫയഹ്മദഹു അലൈഹാ ഔ യശ്റബ അശ്ശർബ ഫയഹ്മദഹു അലൈഹാ. ഒരു അടിമ, ഒരു മനുഷ്യൻ, അയാൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നു, എന്തെങ്കിലും തിന്നുന്നു, ഫയഹ്മദഹു അലൈഹാ, അൽഹംദുലില്ലാ എന്ന് പറയുന്നു ആ ഭക്ഷണം കഴിഞ്ഞിട്ട്.
അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കുടിക്കുന്നു, അല്പം എന്തെങ്കിലും വെള്ളം കുടിച്ചു, ഒരു ചായ കുടിച്ചു, ഒരു ജ്യൂസ് കുടിച്ചു, എന്തെങ്കിലും കുടിച്ചു, ഫയഹ്മദഹു അലൈഹ, അതിന് നന്ദി, അതിന് ഹംദ്, സ്തുതി അർപ്പിക്കുന്നു, ഹംദ് പറയുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടും, തൃപ്തിപ്പെടും എന്നാണ്. അള്ളാഹിന്റെ തൃപ്തി, പൊരുത്തം കിട്ടാൻ ഒരു കാരണമാണ് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നത്. ബഹുമാന്യ വിശ്വാസികളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്ന് ജുമുഅക്ക് കുളിച്ചാണ് വന്നത്, അല്ലേ? ജുമുഅക്കായിട്ടൊരു കുളിയുണ്ട്, പ്രത്യേക സുന്നത്തായ കുളിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതൽ ജുമുഅത മിനൽ റിജാലി വന്നിസാഇ ഫല്യഗ്തസിൽ, ആണോ പെണ്ണോ ആകട്ടെ ജുമുഅക്ക് വരുന്നെങ്കിൽ ആ വ്യക്തി കുളിച്ചു വരണം എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ എന്ന് തന്നെ തർക്കം തീർന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആണോ പെണ്ണോ ജുമുഅക്ക് വരികയാണെങ്കിൽ കുളിച്ചു വരണം എന്നാണ്. പെണ്ണിന് ജുമുഅ പാടില്ല, പറ്റാത്ത കാര്യമാണ്, ഹെറാമാണ്, നിഷിദ്ധമാണെങ്കിൽ കുളിച്ചിട്ട് ഹെറാമ് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയോ? ഇല്ലല്ലോ. വരാം, അവർക്ക് നിർബന്ധമില്ല, അത്രയേ ഉള്ളൂ. നിർബന്ധമില്ല. പുരുഷന്മാരെ പോലെ യാത്രക്കാരായ പുരുഷന്മാർക്ക് നിർബന്ധമില്ലല്ലോ, അവർക്ക് വന്നൂടെ, കഴിയെങ്കിൽ വേണമെങ്കിൽ വരാലോ. ഒരു രോഗിയായ പുരുഷനാണ്, നിർബന്ധമില്ല എന്നല്ലേ ഉള്ളൂ, അവർക്ക് വരാം, വന്നാൽ പിന്നെ വേറെ ബഹുസ്കരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്ത്രീകൾക്ക് അത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആണാകട്ടെ പെണ്ണാകട്ടെ ജുമുഅക്ക് വരുന്നെങ്കിൽ ആ വ്യക്തി കുളിച്ചു വരണം എന്ന് പറഞ്ഞു. സുന്നത്തായ വളരെ പ്രാധാന്യമുള്ള കുളിയാണ്. ശരി, ഈ കുളി നമ്മൾ കുളിച്ചിട്ടാണല്ലോ വന്നത്. ബഹുമാന്യ വിശ്വാസികളെ, ഇവിടെ ഒരുമിച്ച് കൂടെ നമ്മളെല്ലാവരും സ്വന്തമല്ലേ കുളിച്ചത്? ഇതേ സമയത്ത് ലോകത്ത് സ്വന്തമായി കുളിക്കാൻ കഴിയാതെ എത്രയോ രോഗികളായ മനുഷ്യന്മാരെ തുണി നനച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ തോർത്തി ഒപ്പിയെടുക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന ആളുകളില്ലേ? അൽഹംദുലില്ലാ, സ്വന്തമായി കുളിക്കാൻ കഴിഞ്ഞില്ലേ നമുക്ക്? ഡ്രസ്സ് നമ്മൾ സ്വയം മാറ്റിയതാവൂലേ? അൽഹംദുലില്ലാ. ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ വെള്ളം കുടിക്കുന്നത്, ഒരു 2 മീറ്റർ നടക്കുന്നത് പോലും, അല്ലേ? പോകട്ടെ, ഒന്ന് മര്യാദക്ക് നിസ്കരിക്കാൻ അവസരം കിട്ടിയാൽ, അല്ലെ, റുക്കൂഉം സുജൂദും ഒക്കെ ഭംഗിയായി ചെയ്യാൻ കഴിയാൻ, അതിനൊക്കെ ശരീരത്തിന് ആരോഗ്യം വേണമല്ലോ. അതൊക്കെ ഫ്രീ ആയി തന്നില്ലേ അല്ലാഹ്? അൽഹംദുലില്ലാ. അങ്ങനെ അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിച്ചാൽ, അതിനെ ശുക്ർ കാണിച്ചാൽ, സ്തുതിയർപ്പിച്ചാൽ, ഹംദർപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഷ്ടപ്പെടുമെന്നാണ്, തൃപ്തിപ്പെടുമെന്നാണ്. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ ഒരു കാരണം അതാണ്. അപ്പോ നല്ല വിശ്വാസം വേണം, അമലുൻ സ്വാലിഹ് വേണം, നന്ദി ബോധം വേണം. നാലാമത്തെ ഒരു കാര്യം, ബഹുമാന്യ വിശ്വാസികളെ, മാതാപിതാക്കളുടെ തൃപ്തി നമ്മൾ കരസ്ഥമാക്കണം എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസഖ്തുല്ലാഹി ഫീ സഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്, ദേഷ്യത്തിലാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ അവരെ തൃപ്തിപ്പെടുത്തണം. അവരെന്ത് ഹെറാമ് ചെയ്യാൻ പറഞ്ഞു, വേണ്ടാത്ത ചെയ്യാൻ പറഞ്ഞു, ചെയ്യാൻ പാടില്ല. അത് അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് കരുതി ചെയ്യാൻ പാടില്ല, അതിന് വിട്ടു നിൽക്കണം. അല്ലാത്ത മറ്റു ജീവിതത്തിലെ മറ്റു കാര്യങ്ങളില്ലേ, അവർക്ക് നമ്മളവരുടെ കൂടെയുണ്ട് എന്ന ബോധ്യം അവർക്ക് ഉണ്ടായിക്കോളും. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ ഉണ്ടാകണം. അവർക്ക് നമ്മോട് പറയാൻ പറ്റണം. മനസ്സത്തോടെ നമ്മൾ നേരില്ലായ്മ കൊണ്ട് അവർക്ക് മനസ്സോടെ പറയാൻ അവസ്ഥ ഇല്ലാതിരിക്കരുത്, നമ്മോട് പറയാൻ കഴിയണം അവർക്ക്. അതുപോലെ വാർദ്ധക്യത്തിൽ പ്രത്യേകിച്ചും ഖുർആൻ പറഞ്ഞില്ലേ, ചേ എന്ന് പോലും ഇവിടെ പറയരുത്. ചേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അനിഷ്ടവും വെറുപ്പും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശബ്ദം. അത് ചേ എന്ന് പറയാം, വേറെ എന്തെങ്കിലും ആശയത്തിൽ എന്തായാലും മതി, ഉണ്ടാകരുത്. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലെ കാര്യമാണ് പറഞ്ഞത്. മാതാപിതാക്കൾ വാർദ്ധക്യത്തിലാകുമ്പോ അവരൊരു പക്ഷെ ബുദ്ധി ലേശമൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കും, ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കും. ചോദിച്ചതിനാവില്ല പറയാ, അവിടെ പ്രതികരണം അങ്ങനെ ആവൂല. ആ സമയം ദേഷ്യം പിടിച്ചുകൊണ്ട് പറയരുത് മക്കൾ. അവിടെ തൃപ്തി നേടണം. അവിടെ തൃപ്തി നേടിയാൽ ആ ആളുകൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകും. ഈ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഉറച്ച വിശ്വാസം, നല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലുള്ള അമലുൻ സ്വാലിഹ്, അതുപോലെ തന്നെ നന്ദി ബോധമുണ്ടാകണം. നാലാമത്തെ കാര്യം, മാതാപിതാക്കൾക്ക്
ഖിദ്മത്ത് ചെയ്ത് ശുശ്രൂഷകൾ ചെയ്ത് അവരെ വെറുപ്പിക്കാതെ അവരെ തൃപ്തി കരസ്ഥമാക്കണം. എങ്കിൽ ആ ആൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد أيها الناس أوصيكم ثانيا بتقوى الله. വിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന അമലുകളിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ മറ്റൊന്ന് പരീക്ഷണ ഘട്ടങ്ങളിൽ നമ്മൾ സബർ അവലംബിക്കണം എന്നതാണ്, ക്ഷമ അവലംബിക്കണം എന്നുള്ളതാണ്. പ്രയാസഘട്ടങ്ങളിൽ നമ്മൾ ക്ഷമ അവലംബിക്കുകയാണെങ്കിൽ ആ പ്രയാസം നീങ്ങാൻ വേണ്ടി ദുന്യവിയായ കാര്യം നമ്മൾ ചെയ്യണം, അല്ലാഹുവോട് ദുആ ചെയ്യണം. പക്ഷെ എന്നിട്ട് ചിലത് നീങ്ങില്ലാന്ന് വരും. അത് വേറെ ചില ഗുണങ്ങൾ അല്ലാഹു അതിൽ കണ്ടിട്ടുണ്ടാവും. അല്ലാഹുക്ക് അതിൻ്റെ പിന്നിൽ വേറെ കുറെ ഹിക്മത്ത് ഉണ്ടാവും, നമുക്കറിയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമിനെ, ഒരു വിഭാഗത്തെ, ജനതയെ ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, അവരെ പരീക്ഷിക്കും അല്ലാഹ് എന്നാണ്. എന്നിട്ട് അവിടെ പറഞ്ഞു, ഫമൻ റളിയ ഫലഹു റിളാ. ആ പരീക്ഷണ ഘട്ടത്തിൽ ആര് തൃപ്തിപ്പെട്ടു, അള്ളാഹിനെ പറ്റി പരാതി പറയാതെ, അള്ളാഹിനെ കുറ്റപ്പെടുത്താതെ, ഞാൻ എന്താ ഇങ്ങനെ ദീനിയായി ജീവിക്കുന്ന ആളാണ്, ഹറാമ് ഞാൻ ചെയ്യാറില്ല, ഫർള് ഞാൻ ഒഴിവാക്കാറില്ല, സുന്നത്ത് കുറെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആളാണ്, അങ്ങനെ എനിക്കെന്താ ഇങ്ങനെ, എന്നോടെന്താ ഇങ്ങനെ എന്ന പരാതി പറയാതെ, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, ഞാനിതിൽ വിജയിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി തൃപ്തിപ്പെട്ടാൽ ഫലഹുരില്ലാ, അയാൾക്ക് തൃപ്തിയുണ്ട്, അള്ളാഹിന്റെ തൃപ്തി അയാൾക്ക് ലഭിക്കും. ഇനി വമൻ സഖിത, ദേഷ്യം പിടിച്ചാലോ ഫലഹുസ്സുഖ്, അവൻ അള്ളാഹുവിന്റെ ദേഷ്യം ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ, ചില പ്രയാസങ്ങളും ജീവിതത്തിലുണ്ട്, പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ സംഭവിച്ചേക്കാം. അള്ളാഹു സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇൻ കേസ് ഉണ്ടായാൽ പതറിപ്പോവാൻ പാടില്ല. ഉണ്ടായാൽ അതിൽ രക്ഷപ്പെടാൻ വേണ്ട ദുന്യവിയായ കാര്യങ്ങൾ ചെയ്യണം, അള്ളാഹുവോട് ദുആ ചെയ്യണം. എന്നിട്ട് നീങ്ങാത്തൊരു കേസുണ്ടോ, ഞാൻ കാണാത്ത എന്നൊരു ഖൈർ അതിൽ അള്ളാഹു കണ്ടിട്ടുണ്ടാവും. ആ ഒരു തൃപ്തി ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നമുക്ക് ഉണ്ടാകും. അപ്പോ ഈ കാര്യം കൂടെ നാം ശ്രദ്ധിക്കുക. ഇനി പരലോകത്തെ സ്വർഗത്തിൽ ഒരു രംഗം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ തൃപ്തി വിശ്വാസികൾക്ക് നൽകുന്ന ഒരു രംഗം എന്താണെന്നറിയോ? സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ആളുകളോട് അല്ലാഹു പറയുന്നൊരു കാര്യം. സ്വർഗത്തിലേക്ക് ആൾക്കാർ കയറി കഴിഞ്ഞാൽ അല്ലാഹു അവരെ വിളിക്കും, യാ അഹ്ലൽ ജന്ന. അല്ലാഹു വിളിക്കുകയാണ്, യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരെ. അല്ലാഹുവിന്റെ വിളിയാണ്, സ്വർഗക്കാരെ. ആ സമയത്ത് സ്വർഗക്കാരുടെ മറുപടി, ലബ്ബൈക റബ്ബന വസഅദൈക വൽ ഖൈറു ഫീ യദൈക. അതൊരു വല്ലാത്തൊരു ഉത്തരം നൽകലാണ്. അല്ലാഹു വിളിച്ചതിന് ഉത്തരം നൽകലാണ്. ആ ഉത്തരം നൽകിക്കൊണ്ട് അവർ, അല്ലാഹു ഉത്തരം നൽകുമ്പോൾ അവരോട് ചോദിക്കും, ഹൽ റളീതും. വല്ലാത്തൊരു ചോദ്യമാണ്. ഈ ലോകത്തെ കുറെ കഷ്ടതകൾ അനുഭവിച്ച മനുഷ്യന്മാരാ, കുറെ ദുരിതങ്ങൾ അനുഭവിച്ച മനുഷ്യന്മാരാ, അള്ളാഹിന്റെ മാർഗത്തിൽ ക്ഷമിച്ച മനുഷ്യന്മാരാ, എന്ത് തടസ്സമുണ്ടായിട്ടും ഫർളൊന്നും ഒഴിവാക്കാതെ ജീവിച്ച മനുഷ്യന്മാരാ, ഹറാമ് ചെയ്യാൻ നേരെ മുമ്പിൽ ചാൻസ് ഉണ്ടായിട്ടും അള്ളാഹിനെ പേടിച്ച് മാറുന്ന മനുഷ്യന്മാരാ. ഈ മനുഷ്യന്മാർ ഇവിടെ ജീവിക്കുമ്പോൾ കുറെ പ്രയാസം സഹിച്ചിട്ടുണ്ട്. അവിടെ അല്ലാഹു ചോദിക്കുകയാണ് സ്വർഗത്തിലെത്തിയിട്ട്, ഹൽ റളീതും, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? തൃപ്തിയായോ? നിങ്ങൾക്ക് സന്തോഷമായോ? നിങ്ങൾക്ക്? ആ സമയത്ത് അവരുടെ മറുപടി, അല്ലാഹുവേ, വമാ ലനാ ലാ നർളാ യാ റബ്ബി, റബ്ബേ, ഞങ്ങൾ എങ്ങനെ തൃപ്തിപ്പെടാതിരിക്കും? വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക്. അല്ലാഹുവേ, നിന്റെ ഒരു സൃഷ്ടിക്കും ഈ ദുനിയാവിൽ നീ കൊടുക്കാത്ത ഖൈറാത്താണല്ലോ, നന്മകളാണല്ലോ ഇവിടെ നീ ഞങ്ങൾക്ക് തന്നത്.
എങ്ങനെ ഞങ്ങൾ തൃപ്തിപ്പെടാതിരിക്കും അല്ലാ എന്ന് അള്ളാഹുവോട് മനുഷ്യർ പറയുമെന്നാണ്. ആ സമയത്ത് അള്ളാഹു അങ്ങോട്ട് ചോദിക്കും, അലാ ഉഅതീകും അഫ്ളല മിൻ ദാലിക്, അലാ ഉഅതീകും അഫ്ളല മിൻ ദാലിക്, അതിലേറെ ശ്രേഷ്ഠമായത് ഇനി ഞാൻ തരട്ടെ നിങ്ങൾക്ക്? ഇതിലേറെ ശ്രേഷ്ഠമായത് ഇനി ഞാൻ തരട്ടെ എന്ന്. ആ സമയത്ത് അവർ ചോദിക്കും, യാ റബ്ബി വഅയ്യു ശൈഇൻ അഫ്ളലു മിൻ ദാലിക്, ഈ സ്വർഗത്തിൽ ഞങ്ങൾ ആക്കിയില്ലേ, ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, ആഗ്രഹിച്ച എന്തും ലഭിക്കുന്ന ഈ ലോക സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ല, ഇനി എന്താണ്? വഅയ്യു ശൈഇൻ അഫ്ളലു മിൻ ദാലിക്, ഇതിലേറെ ശ്രേഷ്ഠമായതിന് എന്താണ് എന്നവർ ചോദിക്കും. അല്ലാഹുവിന്റെ മറുപടി, ഉഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദാ, ഞാനിതാ എന്റെ തൃപ്തി നിങ്ങൾക്ക് തരികയാണ്. ഉഹില്ലു അലൈക്കും, നിങ്ങൾ ഞാൻ ഇറക്കി വെക്കുക, നിങ്ങൾക്ക് ഞാൻ തരികയാണ്. എന്ത്? റിദ്വാനി, എന്റെ തൃപ്തി ഞാൻ തരികയാണ്. ഇനി ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദാ, ഇനി ഞാൻ ഒരിക്കലും നിങ്ങളോട് ദേഷ്യം പിടിക്കൂല, എന്റെ തൃപ്തി നിങ്ങൾക്കുണ്ടാകും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അതിനനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അതൃപ്തി, അള്ളാഹിൻ്റെ പൊരുത്തം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ ഒരു ശ്രദ്ധ വരുത്തിയാൽ, ഒന്ന് ശ്രദ്ധിച്ചാൽ അള്ളാഹിൻ്റെ പൊരുത്തമൊക്കെ ഉണ്ടാവും. അള്ളാഹിൻ്റെ പൊരുത്തം ഉണ്ടായാൽ അത് പോരെ നമുക്ക്. ഇവിടെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ നമ്മളെപ്പറ്റി തൃപ്തിപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്, അല്ലേ? വേണ്ടതാണ്. നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യന്മാർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, തൃപ്തിപ്പെടുന്നുണ്ട്, നമുക്ക് സന്തോഷമാണ്. അള്ളാഹിൻ്റെ തൃപ്തിയോ, അള്ളാഹിൻ്റെ തൃപ്തി, പിന്നെ അതിനപ്പുറം എന്താ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് അതിന് നമ്മൾ മാനസികമായി തയ്യാറാകണം. ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഇതുപോലെ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ വേണ്ട കാര്യങ്ങൾ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ നാം ചെയ്യാം, മിസ്സായി പോകരുത്. അത്തരം അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിന് പൊരുത്തന് കിട്ടുമല്ലോ, ആ നിലക്ക് നമ്മൾ ചെയ്യാം. നല്ല ഉദ്ദേശത്തോടെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ ദോഷങ്ങൾ അള്ളാഹു നമുക്കെല്ലാം പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനും നരകത്തിൽ രക്ഷപ്പെടാനും അള്ളാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പല സഹോദരന്മാർ സഹോദരിമാരുണ്ട്. അള്ളാഹു പൂർണ്ണമായി ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആലുവ പെരുമ്പാവൂരിനടുത്ത് നമ്മുടെ ഒരു സഹോദരൻ ബ്രെയിൻ ട്യൂമറുമായി ബന്ധപ്പെട്ട സർജറി കഴിഞ്ഞ് പ്രയാസകരമായ അവസ്ഥയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫയും സലാമത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കോഴിക്കോട് നമ്മുടെ മറ്റൊരു സഹോദരൻ, അദ്ദേഹം ശ്വാസകോശ സംബന്ധമായ വളരെ പ്രയാസകരമായ ഒരു സർജറി ഫേസ് ചെയ്യാൻ നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയും സലാമത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, ബന്ധത്തിലൊക്കെ പലരും രോഗികളായ ആളുകളുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫയും സലാമത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൂടുതൽ ഖൈറും ബറക്കത്തും ചെയ്ത് അവൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നല്ല രൂപത്തിൽ പൂർത്തീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد